എന്താണ് WPS? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ മോഡത്തിൻ്റെ പുറകിലായിട്ട് ഒരു WPS എന്നെഴുതിയൊരു ബട്ടൺ, ഇല്ലെങ്കിൽ WPS എന്നെഴുതിയൊരു ലൈറ്റ് അതുണ്ടാവും. അപ്പോൾ അത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല. പലരും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ WPS, അല്ലെങ്കിൽ എന്തിനാണ് ഈ WPS ഉപയോഗിക്കുന്നത്. WPS ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ്. അതായത് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം, നമ്മൾക്ക് ഒരു പ്രിൻ്റർ തന്നെ എടുക്കുക. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളെ വൈഫൈ വഴി കണക്ട് ചെയ്യാനാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നത്, WPS ഉപയോഗിക്കുന്നത്. ഉദാഹരണം ഇപ്പോൾ ഒരു പ്രിൻ്റർ തന്നെ എടുക്കാം. പ്രിൻ്ററിൽ നമ്മളത് എങ്ങനെയാണ് ഒരു എതർനെറ്റ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിംഗ് കൊടുക്കാനായിട്ട് പ്രിൻ്ററിലോട്ട് നമുക്കൊരു എതർനെറ്റ് കേബിൾ, ലാൻഡ് കേബിൾ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാണ്ട് നമുക്ക് വൈഫൈ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, പ്രിൻ്ററിൽ കണക്ട് ചെയ്യാനുള്ളത് പുതിയ ലേറ്റസ്റ്റ് വരുന്ന പ്രിൻ്ററിലൊക്കെ ഈ ഒരു വൈഫൈ ഫെസിലിറ്റി ഉണ്ടാവും. സോ അതിലും ഒരു WPS ഓപ്ഷൻ ഉണ്ടാവും, അതിലും ഒരു WPSൻ്റെ ബട്ടൺ ഉണ്ടാവും. ഈ രണ്ട് ബട്ടൺ, അതായത് റൗട്ടറിൽ ഒരു ബട്ടൺ ഉണ്ടാവും, അതുപോലെ തന്നെ WPS ബട്ടൺ ഈ പ്രിൻ്ററിലും ഉണ്ടാവും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ആ റൗട്ടറിലെ WPS ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കാം. കുറച്ച് നേരം പഠിക്കുന്ന ഒരു 2 സെക്കൻഡ് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് വിടുക. സോ അടുത്ത ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ WPS ബട്ടൻ്റെ ഫംഗ്ഷൻ WPS ഓൺ ആയിരിക്കും. ആ ഒരു റൗട്ടറിൽ അല്ലെങ്കിൽ മോഡത്തിൽ ആ WPS ഓൺ ആയിരിക്കും. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്ററിലെയും ആ ഒരു WPS ബട്ടൺ ജസ്റ്റ് ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ WPS അതിനകത്തും ഓൺ ആവും. ഈ രണ്ടെണ്ണത്തിൽ, അതായത് പ്രിൻ്ററിലും WPS ഓൺ ആവും, അതുപോലെ തന്നെ നമ്മുടെ റൗട്ടറിലും WPS ഫംഗ്ഷൻ ഓൺ ആവും. ഈ രണ്ട് ഫംഗ്ഷനും സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് അവിടെ ആ ഒരു വൈഫൈ റേഞ്ചിൽ, അതായത് ആ ഒരു വൈഫൈ റേഞ്ച് ഒരു എത്താവുന്ന രീതിയിൽ ആ ഒരു വൈഫൈ റേഞ്ചിനുള്ളിൽ ഈ രണ്ട് ഡിവൈസിൻ്റെയും ആ ഒരു WPS ഫംഗ്ഷൻ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പെയർ ആയിക്കോളും. നമുക്ക് വേറെ സെപ്പറേറ്റ് കോൺഫിഗറേഷൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് പെയർ ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ചില ക്യാമറകളിലും, CCTV ക്യാമറകളിലും ഈ ഒരു WPS ഉപയോഗിച്ച് നെറ്റ് പെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഫംഗ്ഷൻ, ഈ ഒരു WPS ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മോഡത്തിലെ റൗട്ടറിലെയും നമ്മുടെ ഒരു WPS ബട്ടൺ ഞെക്കി പിടിക്കുമ്പോൾ ആ ഒരു പെയറിങ് അവിടെ സാധ്യമാകുന്നു. വേറെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കയറിയോ അല്ലെങ്കിൽ ആ ഒരു അഡ്മിൻ പേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു പെയറിങ് അവിടെ സാധ്യമാകും. കൂടുതലായി WPS ബട്ടൺ നമുക്ക് ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഡർ ഉപയോഗിക്കുമ്പോഴാണ്. അതായത് നോർമലി നമുക്ക് ഈ TP ലിങ്കിൻ്റെ അല്ലെങ്കിൽ D-ലിങ്കിൻ്റെ ഒക്കെ എക്സ്റ്റൻഡർ പലരും സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ വളരെ സിമ്പിളാക്കി, എത്രയും അധികം ഒന്നും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക്, അതിൽ അഡ്മിൻ പേജിലും കാര്യങ്ങളും ചെയ്ത് കയറി കോൺഫിഗറേഷൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയൊരു രീതിയാണ് ഈ WPS എന്ന് പറയുന്നത്. ആ ഒരു എക്സ്റ്റൻഡർ നമ്മൾ പുതിയതായിട്ട് തന്നെ വാങ്ങിച്ചെന്ന് വയ്ക്കുക. ആ ഒരു എക്സ്റ്റൻഡർ കണക്ട് ചെയ്തതിന് ശേഷം അതിലും എക്സ്റ്റൻഡറിലും ഈ പറഞ്ഞ WPSൻ്റെ ബട്ടൺ അതിനകത്തുണ്ടാവും. ചിലപ്പോൾ ഒരു പവർ ബട്ടൺ ആയിരിക്കും. ആ പവർ ബട്ടണിൽ കുറച്ച് ഒരൊറ്റ ഞെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് WPSൻ്റെ ഫംഗ്ഷനായിട്ട് പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ WPSന് സെപ്പറേറ്റ് ബട്ടൺ ഉണ്ടാവും. ഇതെല്ലാം ആ ഒരു എക്സ്റ്റൻഡറിൻ്റെ മാനുവലിലുണ്ടാവും. എക്സ്റ്റൻഡർ എന്നല്ല, ഏത് സാധനത്തിൻ്റെ മാനുവലിൽ അത് WPS എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിനകത്തുണ്ടാവും. ഇതുപോലെ തന്നെ നമ്മുടെ റൗട്ടറിലും ആ ഒരു ബട്ടൺ ഞെക്കി പിടിക്കുമ്പോഴേക്കും WPS രണ്ട് സൈഡിലും, അതായത് എക്സ്റ്റൻഡറിൻ്റെ സൈഡിലും ഈ പറഞ്ഞ നമ്മുടെ റൗട്ടറിൻ്റെ സൈഡിലും ആ ഒരു WPS രണ്ടും ഓണായി കഴിയുമ്പോൾ അതിൻ്റെയും പെയറിങ് വളരെ സിമ്പിളായിട്ട് തന്നെ നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നേരിട്ട് ചെയ്യേണ്ടത്, ആ പറഞ്ഞ നമ്മുടെ ആ ഒരു എക്സ്റ്റൻഡറിൻ്റെ അഡ്മിൻ പേജിൽ കയറിയും അവിടെ നിന്ന് നമുക്ക് ഈ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് നമ്മുടെ റൗട്ടറുമായിട്ടുള്ള കണക്ടിവിറ്റി, അതായത് വയർലെസ് കണക്ടിവിറ്റിയാണ് നമുക്ക് എക്സ്റ്റൻഡറിനാണ് വേണ്ടത്, വയേർഡ് വെച്ചല്ല. സോ ആ ഒരു വയർലെസ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ്, യൂസർ നെയിമൊക്കെ നമുക്ക് അതിൻ്റെ ലോഗിൻ പേജ്, അഡ്മിൻ പേജിൽ കയറിയിട്ട് എൻ്റർ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു വയർലെസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉപകരിക്കപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ഈ WPS എന്ന് പറയുന്നത്. സോ ഇതാണ് WPS എന്ന് പറയുന്നത്. WPS ആക്ച്വലി നമുക്ക് വളരെ ഉപകാരം ഉള്ളൊരു കാര്യം പോലെ തന്നെ അതിൻ്റെ ചെറിയ ദോഷവശങ്ങളുമുണ്ട്. കാരണം ഒരു WPS ചില മൊബൈലുകളിൽ ഈ WPS ഫംഗ്ഷനുള്ള മൊബൈൽസും കാര്യങ്ങളുമുണ്ട്. അത്തരം മൊബൈലുകളിൽ നമുക്ക് WPS ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ആ ഒരു WPS ബട്ടണിൽ നമുക്കൊന്ന് ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഈ ഒരു WPS ഉപയോഗിച്ച് തന്നെ നമുക്ക് പാസ്വേഡും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ കണക്ട് ചെയ്യാം. അതായത് ആ ഒരു പെയറിങ് അവിടെ സാധ്യമാകുകയും നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതെങ്ങനെ പ്രൊട്ടക്റ്റഡ് ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ WPSനും പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്മിൻ പേജിൽ കയറി, അതായത് റൗട്ടറിൻ്റെ അഡ്മിൻ പേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ WPSനും നമുക്ക് അതിൻ്റെ ഒരു പിന്ന് നമുക്കതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മിസ്യൂസ് അവിടെ ഒഴിവാക്കാൻ ഈ ഒരു പിന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. സോ ഇതാണ് ഒരു WPS എന്ന് പറയുന്നെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എന്താണ് WPS എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
സോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.